നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഉത്തര കൊറിയ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. യുദ്ധകാഹളം മുഴക്കി പലതരത്തിലുള്ള വെല്ലുവിളികൾ അവർ ഇതിനു മുൻപും പ്രഖ്യാപിച്ചിരുന്നു. അമേരിക്ക തന്നെയാണ് മുഖ്യശത്രു. പലതരത്തിലുള്ള സൈനിക നീക്കങ്ങൾ അവർ നിരീക്ഷിക്കുന്നു. പലതരത്തിലുള്ള ആണവ മിസൈൽ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് മറ്റൊരു ശ്രദ്ധേയമായൊരു നീക്കം. കടലിനടിയിലൂടെയും ഇനി ശത്രുവിനെ മാരക പ്രഹരമേൽപ്പിക്കാൻ കഴിയുന്ന ഒരു ആണവ പരീക്ഷണമാണ് ഉത്തര കൊറിയ നടത്തുന്നത്. വെള്ളത്തിനടിയിലൂടെയുള്ള ആണവ ആക്രമണം ഡ്രോൺ പരീക്ഷിച്ചുവെന്നാണ് ഉത്തര കൊറിയ അവകാശപ്പെടുന്നത്. ദക്ഷിണ കൊറിയയും അമേരിക്കയും ജപ്പാനും നടത്തിയ സംയുക്ത നാവിക അഭ്യാസത്തിന് തൊട്ട് പിന്നാലെ അവരുടെ സൈനിക അഭ്യാസത്തിന് ശേഷം ഉത്തര കൊറിയ ഒരു വലിയ താക്കീത് നൽകുന്നത് പോലെ തന്നെയാണ് ഈ പരീക്ഷണവും നടത്തിയിരിക്കുന്നത്. ദക്ഷിണ കൊറിയയുമായിട്ടുള്ള സമാധാനപരമായ ഏകീകരണം എന്ന രാജ്യത്തിൻ്റെ ദീർഘകാല ലക്ഷ്യത്തെ ഇതില്ലാതാക്കുമെന്നും ദക്ഷിണ കൊറിയയെ വിദേശ എതിരാളികളായി നിർവചിക്കുന്നതിന് വേണ്ടി ഭരണഘടന ഇനി വേണമെങ്കിൽ മാറ്റി എഴുതുമെന്നാണ് ഈ ഘട്ടത്തിൽ ഉത്തര കൊറിയൻ ഏകാധിപതിയായ കിം ജോങ് ഉന്നും പ്രഖ്യാപിച്ചത്. അദ്ദേഹം ഇങ്ങനെ വലിയൊരു വെല്ലുവിളി ഉയർത്തിയതിന് തൊട്ട് പിന്നാലെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഡ്രോൺ പരീക്ഷണം കൂടി നടത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ ഈ മേഖലയിൽ സംഘർഷ സാധ്യത കൂടുതൽ ഉയർന്നു വരുന്നുണ്ട്. അതിനായി അമേരിക്കയും ദക്ഷിണ കൊറിയയും ജപ്പാനും പലതരത്തിലുള്ള സൈനിക നീക്കങ്ങൾ നടത്തുന്നുവെന്ന കുറ്റപ്പെടുത്തലും ഉത്തര കൊറിയ ഉയർത്തുകയാണ്. ഉത്തര കൊറിയയുടെ സുരക്ഷയ്ക്ക് വേണ്ടി പലതരത്തിൽ അവരെ ഭീഷണിപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് അമേരിക്കയും ജപ്പാനും ദക്ഷിണ കൊറിയയെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തുന്നത്. അതിനെ വലിയ തോതിൽ തന്നെയാണ് വിമർശിക്കുന്നത്. ഈ നീക്കങ്ങളെ അപലപിക്കുന്നുവെന്നും ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കുമെന്നുള്ള മുന്നറിയിപ്പും ഉത്തര കൊറിയ ഈ ഘട്ടത്തിൽ നൽകുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.